ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മൾ ചെയ്തിരിക്കുന്നത് കറ്റാനത്താണ്. കായംകുളം കറ്റാനം ഭാഗത്ത് ബിജു സാറിൻ്റെ വീട്ടിലാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഗ്രാസാണ്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് അതുപോലെ തന്നെ സ്റ്റോണിൻ്റെ ബോർഡർ വർക്ക്, അതുപോലെ തന്നെ കിണറിൻ്റെ ഡിസൈൻ വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. മരം ഒരു ഉണങ്ങിയ ടൈപ്പിലുള്ള ദ്രവിച്ച് നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ഒരു രീതിയിലുള്ള ഒരു മരത്തിൻ്റെ കടയാണ് കിണർ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് മൊത്തത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട, കട്ട് ചെയ്യേണ്ട, അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളും കാര്യങ്ങളുണ്ട്. പിന്നെ റെഡ് പാം വെച്ചിട്ടുണ്ട് ഇവിടെ, പിന്നെ പോക്ക് സ്റ്റൈൽ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഗോൾഡൻ സൈപ്രസ്, ബാംബൂസ്, അങ്ങനെ ഒരുപ്പെട്ട എല്ലാ ചെടികളും നമ്മളിവിടെ സെറ്റ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഒരു പഴയ വീടാണിത്. ഇപ്പോൾ കാണുമ്പോൾ നമുക്കൊരു പുതിയ വീടിൻ്റെ ഫീലാണ്. നമ്മൾ 50 mm ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് വെച്ചേക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് നമുക്ക് തിക്കൻസൊക്കെ കൂടുതലാണ് ഇതിനകത്ത്. ഇതാണ് ആർട്ടിഫിഷ്യൽ ഗ്രാസ്, തിക്കൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് ജോയിൻ്റ് ഒന്നും അധികം അറിയാൻ പറ്റില്ല, ഒരു കാലത്തും പോവില്ല, ലൈഫ് ടൈമാണത്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വർക്കിന്. അപ്പോൾ വർക്ക് മൊത്തമായിട്ട് നമുക്കൊന്ന് കാണാം. ഇതാണ് നമ്മൾ തടിയുടെ ബോർഡർ ചെയ്തേക്കുന്നത്. നമ്മൾ ഉണങ്ങി കിടക്കുന്നൊരു തടിയുടെ ലുക്കാണ് ഇതിന് ചെയ്ത് വെച്ചേക്കുന്നത്. ആണ് തടിയുടെ വർക്കുകൾ. ഈ വർക്കിന് തൊട്ടടുത്ത് തന്നെ ഇഷ്ടംപോലെ വർക്കുകൾ വേരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ വർക്കുകളൊക്കെ തരാം. ഗുഡായിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ സ്റ്റാഫിനെ മാത്രം നിർത്തിയിട്ടല്ല നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത്, നമ്മളും കൂടെ നിന്നിട്ടൊക്കെയാണ് ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ വൃത്തിയും മെനയൊക്കെ ഉണ്ടാവും. നമുക്കൊരു നല്ല വർക്ക് ചെയ്യിപ്പിക്കാൻ, ആർട്ട് വർക്കൊക്കെ ചെയ്യിപ്പിക്കാൻ താല്പര്യമുള്ളവർ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ.